അമ്മ ഇനി ഇവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കല്ലേ? അല്ലെങ്കിൽ പറയാം, നീ ഇവളത്തായിട്ട് പറയാതിരിക്കുന്ന പറഞ്ഞ. എല്ലാരും എന്തെല്ലാം അറിഞ്ഞതല്ലേ? ടോം വരുന്നില്ലേ? ഞാൻ പറഞ്ഞോ? എന്നാ ഞാൻ പോവാം. പറ്റോ? ശരി. എന്താണ് രണ്ടുപേരും കൂടെ ഒരു അടക്കം പറച്ചിൽ കണ്ടല്ലോ. അമ്മ ഇപ്പൊ ഫ്രീ ആണോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ഇപ്പൊ ഫ്രീ ആണ്. എനിക്ക് പേഴ്സണലായിട്ട് അമ്മയടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. പേഴ്സണലോ? ഇപ്പൊ എന്താണ് പേഴ്സണലൊക്കെ? ഇരിക്കുന്ന. അല്ല, ഞാനേ നിന്നോട് വേറൊരു കാര്യം ചോദിക്കായിരിക്കായിരുന്നു. നീ എന്താ ഈ രാവിലെ വരുമ്പോ ഈവനിങ് അതുപോലെ ഓഫീസ് ടൈമിനൊക്കെ ടോമിൻ്റെ കൂടെ നടക്കുന്നേ? എന്തൊരു ഓക്വേർഡാണത്. അമ്മയെ ഞാനത് സംസാരിക്കാനാണ് വന്നത്. എന്താണ്? എന്റെയും ടോമിന്റെയും കല്യാണം കഴിഞ്ഞതാ. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. എന്താ പറഞ്ഞേ? ഇനിയിപ്പം ഇവിടെ കൂടെ പോയ പ്രശ്നം ഉണ്ടായില്ലല്ലോ, പിന്നെ ഇതിന്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. ഓ അത് ശരി. അപ്പം ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. അല്ല പക്ഷെ അമൽ സാറ് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഇഷ്ടത്തിലാണെന്നല്ലേ അമൽ സാറായിട്ട്? അത് അമൽ സാറല്ലേ പറഞ്ഞത്. ഞാൻ ആരടുത്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കാൻ പോവാണെന്ന്? സാറ് പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന്. അത് സാറിനൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അപ്പൊ കല്യാണം ഇല്ലേ? ഞാൻ ടോമിന്റെ വൈഫാണ്, പിന്നെ ഞാൻ എങ്ങനെ അമൽ സാറിനെ കല്യാണം കഴിക്കുന്നേ? അത് ശരി. അപ്പൊ പുള്ളിക്ക് പ്രതീക്ഷയും കൊടുത്ത് അത് നടക്കില്ലെന്ന് കണ്ടപ്പോ നീ ടോമിനെ കെട്ടി അല്ലേ? മോളെ, നീ വലിയ ഉടായ്പ തന്നെയാണല്ലോ. ഇടി, നിന്നെയൊക്കെ ആരാടി വിശ്വസിക്കുക? കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ലല്ലോ. അല്ല, ഇല്ലെങ്കിൽ എനിക്ക് സത്യത്തിൽ ഞാൻ നിങ്ങളുടെ വരവും പോകും കണ്ടപ്പോഴേ ഞാൻ അപ്പോഴേ അമൽ സാറിനൊരു ഹിന്റ് കൊടുത്താണ്. സാർ പ്രതീക്ഷ വെക്കേണ്ട, നടക്കില്ല. പാവം. പക്ഷെ പുള്ളി രക്ഷപ്പെട്ടു. സത്യത്തില് പുള്ളി ലക്കിയാ. പക്ഷെ ഈ 1 വർഷം ടോം നിന്നെ എങ്ങനെ ഡിസൈക്കണേ? ടോം ശരിക്കും പെട്ടതാണെന്ന് തോന്നുന്നുണ്ട്. അമ്മയ, ഈ ഓഫീസിൽ മനസ്സമാധാനമായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നീ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് കയറി വരരുത് പ്ലീസ്. അല്ല, മനസ്സമാധാനമായിട്ട് നിങ്ങൾ താമസിച്ചോ? നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരുന്നില്ലല്ലോ. എനിക്ക് നീയായിട്ടല്ലേ പ്രശ്നം. പിന്നെ നീ പണ്ട് കാണിച്ചതും ചെയ്തൊന്നും ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അതിനെന്തെങ്കിലും ഞാൻ നിനക്ക് ഒരു പണി തന്നിട്ടേ പോവുള്ളൂ. പണ്ട് ഞാൻ നിന്റെ അടുത്ത് എന്ത് കാണിച്ചതാ നീ എപ്പോഴും ഈ പറഞ്ഞോട്ട് നടക്കണേ? താൻ വന്ന പോലെ എന്നോട് ചോദിക്കണുണ്ടല്ലോ എന്ത് കാണിച്ചു എന്ന്. എടോ, അന്ന് കോളേജിൽ പഠിക്കുമ്പം ഞാൻ മനസ്സമാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ബുക്കിൽ ആ സാറിൻ്റെ ലെറ്റർ എഴുതി വെച്ചിട്ട് അവസാനം ഞാൻ പിടിക്കപ്പെട്ടപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്? ഞാൻ അവിടെ നിന്ന് ഡിസ്മിസിലായി. എന്നിട്ട് അത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും നീ എൻ്റെ അടുത്ത് ഒരു അക്ഷരം പറയാൻ വന്നോ? എന്തെങ്കിലും സംസാരിക്കാൻ വന്നോ ആ സമയത്ത്? എന്നിട്ട് ഇപ്പൊ ചോദിക്കുക എന്താ അമ്മയെ, എന്താ പ്രശ്നം? അമ്മയെ, അതൊന്നും മനഃപൂർവ്വമായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല. പിന്നെ എങ്ങനെയൊക്കെ അതൊക്കെ അങ്ങനെ പറ്റിപ്പോയതാ. പിന്നെ അത് പണ്ട് കോളേജിൽ നടന്ന കാര്യമില്ല. അതുകൊണ്ട് എനിക്കാണല്ലോ പറ്റിപ്പോയത്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീയൊക്കെ സേഫ് ആയല്ലോ. എന്തായാലും ഈ ഒരു കാര്യത്തില് നിനക്കൊരു പണി തരാണ്ട് ഞാൻ പോവില്ല മോളെ, നീ പ്രതീക്ഷിക്കണ്ട. അപ്പൊ നിനക്ക് പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അല്ലേ? ഈ പ്രശ്നത്തിൽ നിന്നല്ല ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കും. നിനക്കൊരു പണിയും കൂടെ തന്നിട്ടേ പോവുള്ളൂ. ശരി, കാണാൻ പോകുന്നത് നീയായിരിക്കും.